ഹായ് ഫ്രണ്ട്സ്, എലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഹെലീൻ്റെ 10ാമത്തെ ബർത്ത്ഡേ ആയി. എന്നാൽ പിന്നെ അത് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട്സിനെയും പിന്നെ കൂടപ്പിറപ്പുകളെയൊക്കെ വിളിച്ച് ചെറിയൊരു ആഘോഷം. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ചേട്ടായിനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാൻ പുള്ളിക്ക് ഭയങ്കര മടിയാണ്. ചേട്ടായി ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുവരെ എനിക്ക് 100% ശരിയാണ്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമല്ല. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ പരിപാടിക്ക് ആളുകളൊക്കെ എത്തി തുടങ്ങി കേട്ടോ. നമ്മുടെ കസിൻസൊക്കെയാണ് ഇവരെല്ലാം. പിന്നെ കെയിനാണ് അവിടെ നിൽക്കുന്നത്. ചേട്ടായിയാണെങ്കിൽ കുറച്ച് സ്വീറ്റ്സ് എല്ലാം അവിടെ ആ തട്ട് പോലെയുള്ള സാധനത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് പിന്നെ ചൂടാറാതിരിക്കാനായിട്ട് ഞങ്ങൾ ഷെഫ് ഡിഷെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരത്തെ തന്നെ അതിനകത്ത് പകർത്തിയൊക്കെ വെക്കുവാണെങ്കിൽ ബിസി ആവുമ്പോൾ ചേട്ടായിക്ക് ചില കാര്യങ്ങളൊക്കെ നടത്താമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ കുഴിമന്തിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഡിഷ്. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി സ്റ്റൈൽ ബീഫ് കറി ഉണ്ടായിരുന്നു, താറാവ് കറി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പോർക്ക് 65 ഉണ്ടായി. പിന്നെ നമ്മൾ ബർത്ത്ഡേ ഹോൾ ഡെക്കറേറ്റ് ചെയ്തത് ഞാനും നമ്മുടെ കസിൻസും കൂടിയാണ് കേട്ടോ. അതിൻ്റെ അടിപൊളി ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ഡെക്കറേഷൻസ് ഫുള്ളായിട്ട് വാങ്ങിച്ചത്. ഒരു ലോഡ് ഡെക്കറേഷൻസ് ഉണ്ട്. ഇത് മുഴുവൻ എവിടെ തൂക്കാനാ, കുറേ അവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. ടീമൂന്ന് ഞാൻ ഓർഡർ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും ഇതുവരെയായിട്ടും വന്നിട്ട് പോലുമില്ല. എന്നാൽ പിന്നെ നമുക്ക് അടുക്കളയിൽ കൂടെ കയറി ഒന്ന് പോയി നോക്കാം അവിടെ എന്താ പരിപാടി എന്ന് അറിയണ്ടേ. ഇതാ നിൽക്കുന്നത് എൻ്റെ കസിനാണ്. ചേച്ചി നേരത്തെ വന്നതുകൊണ്ട് ചേച്ചി തന്നെയാണ് അപ്പം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ചെയ്തത്. ഇനി നമുക്കിത് ഡൈനിങ് റൂമിൽ പോയി നോക്കാം. ഇവിടെ നല്ല ബിസിയാണ്. എല്ലാവരും സാധനങ്ങളെല്ലാം നിരത്തി വെക്കുന്ന തിരക്കിലാണ്. ചേട്ടനാണെങ്കിൽ സ്വീറ്റ്സിൻ്റെ കാര്യങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ലാന്നോ. പിന്നെ നമുക്കിത് ഇതാരെ ഇരിക്കുന്നതെന്ന് നോക്കാട്ടോ. നമ്മുടെ ബർത്ത്ഡേകളാണ് ഇവിടെ ഇരിക്കുന്നത്. വയ്യ കേട്ടോ, പനിയായിരുന്നേ, അതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇവിടെ പെപ്പ പിഗ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്നത്. പെപ്പ പിഗ് കാണിച്ചിട്ടാണ് ഞാൻ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ കൊണ്ടുവരുന്നത്. എന്തേതായാലും കൂടെ പോരില്ലായിരുന്നു. അവസാനം ഐപാഡും കാണിച്ച് പെപ്പ പിഗ് കാണിച്ചാണ് ഇവിടെ ഒന്ന് കൊണ്ടുപോയി നിർത്തിയത്. ഒരു കണക്കിന് ഞാൻ ഇവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവള് ഭയങ്കര കരച്ചിലായി. അവൾക്ക് കേക്ക് മുറിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ മാനേജ് ചെയ്ത് കേക്ക് മുറിക്കാൻ പോവാണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞൊരു കഷ്ണമൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ അതിന് സമ്മതിക്കില്ല. ഭയങ്കര കരച്ചിലായിരുന്നേ. ഇത്രയും വരെ നിന്ന കൊച്ചിന് ഹലോ, ഇവരൊക്കെ ശരിക്കും എടുക്കണ്ടോ നോക്കൂ. finally. Tonight. 3 different types of